നമസ്കാരം മച്ചാന്മാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഒന്നൊന്നര മാസത്തിന് ശേഷമാണ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ വീഡിയോയിൽ ഒരു വലിയ കാര്യം പറഞ്ഞിട്ട് അങ്ങ് പോവാം. അപ്പം നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്താണ് കണ്ടന്റ് എന്ന്. അതെ, നമ്മുടെ വാട്സപ്പിൽ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ വാട്സപ്പിൽ നമ്മൾ കുറേ നാളുകളായിട്ട് കാത്തിരുന്ന ഒരു ഫീച്ചറാണ് ഡാർക്ക് മോഡ്. അതിപ്പോൾ നമ്മുടെ ബീറ്റ വേർഷനിൽ റോൾ ഔട്ട് ചെയ്തിരിക്കുകയാണ് വാട്സപ്പ്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു കാൽവെപ്പാണ് വാട്സപ്പ് നടത്തിയിരിക്കുന്നത്. അപ്പം ഇത് ബീറ്റ ടെസ്റ്റേഴ്സിന് മാത്രമായിരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടുള്ള ഉപകാരം ഉണ്ടാകുക. അതെങ്ങനെ എനേബിൾ ചെയ്യാമെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് കാണാൻ പോകുന്നത്. ഉടനടി തന്നെ നമ്മുടെ നോർമൽ വാട്സപ്പിലേക്ക് ഈ ഒരു ഫീച്ചർ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് നേരിട്ട് നിങ്ങൾ വാട്സപ്പ് എടുക്കുക, വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക, പുതിയ ലേറ്റസ്റ്റ് വേർഷൻ ഇന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ് സെക്ഷനിലേക്ക് വരിക. അവിടെ ചാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ ചാറ്റ് എടുക്കുക. ചാറ്റിൻ്റെ മുകളിലായിട്ട് പുതിയതായിട്ടൊരു ഫീച്ചർ, പുതിയൊരു ടാബ് നിങ്ങൾക്ക് എനേബിൾ ആയിട്ട് കാണാം. തീം എന്ന് പറഞ്ഞൊരു ടാബ്. ഇപ്പോൾ കുറച്ച് ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്, അതൊന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഒരു തീം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ടാബ് വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സിസ്റ്റം ഡിഫോൾട്ട്, ലൈറ്റ്, ഡാർക്ക്, ഇങ്ങനെ 3 ഫീച്ചേഴ്സ് കാണാം, 3 ടാബുകൾ കാണാം. അതിൽ ഡാർക്ക് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ വാട്സപ്പിലെ ഡാർക്ക് മോഡ് എനേബിൾ ആയിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് കുറച്ച് ബഗ് ഉണ്ട്. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഷെയ്ഡ് അടിക്കുന്നത്, അങ്ങനെ കുറച്ച് ബഗ്ഗുകളുണ്ട്. കാരണം ഇത് ബീറ്റ വേർഷനാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത അപ്ഡേഷൻസിൽ ഓരോരോ അപ്ഡേഷൻസ് കഴിയുമ്പോഴേ അവർ അതിൻ്റെ പ്രോബ്ലംസ് മാറ്റി വരത്തുള്ളൂ. അപ്പോൾ ഇത് ഇപ്പം ബീറ്റ വേർഷൻസിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പോയി അപ്ഡേറ്റ് ചെയ്യാം. ഇത് ഇപ്പോൾ കുറച്ച് നേരെ ആയിട്ടുള്ള ഈ ഒരു അപ്ഡേഷൻ വന്നിട്ട് ഞാൻ അപ്പോൾ തന്നെ പെട്ടെന്നൊരു വീഡിയോ ഉണ്ടാക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് നല്ല കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലേക്ക് കാണാൻ വരുന്നേക്കും. ബൈ.